വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 25-26 വാക്യങ്ങളിൽ കർത്താവ് ഇങ്ങനെ വിളിച്ചു പറയുന്നു: ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ട് തന്നെത്താൻ നഷ്ടമാക്കി കളയുകയോ ഛേദം വരുത്തുകയോ ചെയ്താൽ അവൻ എന്ത് പ്രയോജനം? ആരെങ്കിലും എന്നെയും എൻ്റെ വചനങ്ങളെയും കുറിച്ച് നാണിച്ചാൽ അവനെക്കുറിച്ച് മനുഷ്യപുത്രൻ തൻ്റെയും പിതാവിൻ്റെയും വിശുദ്ധ ദൂതന്മാരുടെയും മഹത്വത്തിൽ വരുമ്പോൾ നാണിക്കും. പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ നാം എന്തെല്ലാം നേടിയാലും ഏതെല്ലാമായി തീർന്നാലും അതൊക്കെ മരണം വരെ കൊണ്ട് തീരും. മരണത്തിനപ്പുറം അവയ്ക്കൊന്നും നമ്മെ സഹായിക്കാൻ കഴിയില്ല. കർത്താവ് അരുളി ചെയ്ത വചനങ്ങൾ നമുക്ക് നിത്യജീവൻ നൽകുന്നതിന് വേണ്ടിയുള്ളതാണ്. ആ ജീവമൊഴികൾ നമ്മൾ അനുസരിച്ച് നിത്യമായ നിലനിൽക്കുന്ന അനുഗ്രഹം പ്രാപിക്കാനുള്ളതാണ്. എന്നാൽ യേശു കർത്താവിനെയും അവിടുത്തെ വചനങ്ങളെയും കേൾക്കുന്നതും പഠിക്കുന്നതും അനുസരിക്കുന്നതും എന്തോ അപമാനമാണെന്ന് കരുതുന്നവർ ഓർത്തുകൊള്ളുക. അന്ത്യ ന്യായവിധി ദിവസത്തിൽ കർത്താവ് അവരെ തള്ളിക്കളയും. ഇത് കർത്താവ് തന്നെ നേരിട്ട് വളരെ കൃത്യമായി ഇവിടെ പറയുന്നു. ഇന്ന് നാം പിൻപറ്റുന്ന പലതും ഈ ലോകത്തിൽ പോലും ഒരു മാന്യതയും അവകാശപ്പെടാനില്ലാത്തതാണെന്ന് സ്വയം ബോധ്യമുണ്ടായിട്ട് പോലും അതിനെയെല്ലാം അനുഗമിപ്പാനും ജയ് വിളിക്കുവാനും അതിൻ്റെ നേതാവോ വക്താവോ അനുയായിയോ ഒക്കെ ആകുന്നതിനും പലർക്കും ഒരു ലജ്ജയും തോന്നുന്നില്ല. പരീക്ഷിച്ച് പരാജയപ്പെട്ടതും മൺമറഞ്ഞുകൊണ്ടിരിക്കുന്നതുമായ പലതിലുമാണ് ഇന്നും ജനം പ്രത്യാശ വയ്ക്കുന്നത്. ഈ ലോകവ്യവസ്ഥിതി ജീർണതയിലേക്ക് കൂപ്പുകുത്തുന്നു. ഒരിക്കൽ ലജ്ജ എന്ന് കരുതിയിരുന്നതെല്ലാം ഇന്ന് മാനമെന്ന് കരുതുന്ന വല്ലാത്ത ഒരു കാലത്തിൽ ഇന്ന് മനുഷ്യൻ എത്തി നിൽക്കുന്നു. മനുഷ്യരാശിയുടെ ആത്യന്തിക രക്ഷയ്ക്ക് മതിയാകുന്ന ഒരു ആശയമോ തത്വസംഹിതയോ ഇന്ന് വരെ ഈ ലോകം മുന്നോട്ട് വെച്ചിട്ടില്ല. സ്ഥലകാലങ്ങളുടെ പരിമിതിയിൽ നിന്നുകൊണ്ട് ചില വിഷയങ്ങൾ എങ്ങനെയൊക്കെയോ പരിഹരിക്കപ്പെടുന്നതിന് ചില ഉപാധികൾ ഉരുത്തിരിഞ്ഞാൽ പോലും സാർവലൗകികമായ പ്രശ്നങ്ങളെ നീതിയോടെ കൈകാര്യം ചെയ്യുന്ന ഒരു ആശയവും ഒരു ലോക സാമ്രാജ്യ ശക്തികളും ഇതുവരെ മുന്നോട്ട് വെച്ചിട്ടില്ല. അങ്ങനൊന്നും കണ്ടെത്തിയിട്ടില്ല, ഇനി കണ്ടെത്തുകയുമില്ല. ഈ ലോകം എന്നും ഇരുട്ടിൽ തപ്പിത്തടയുകയാണ്. മനുഷ്യൻ മുന്നോട്ട് വെച്ച ഇസങ്ങളൊക്കെ പരാജയപ്പെടുന്നു. എന്നാൽ മനുഷ്യരാശിയുടെ സകല വിഷയങ്ങൾക്കും ആധികാരികമായ മറുപടി നൽകാൻ കഴിയുന്നതും സത്യമായതും ഘനമേറിയതും നിലനിൽക്കുന്നതുമായ ദൈവവചനം കേൾക്കുന്നതിനോ അനുസരിക്കുന്നതിനോ അനുഗമിക്കുന്നതിനോ പലർക്കും ലജ്ജ തോന്നുന്നു. ഇത് നമ്മുടെ ഉൾക്കണ്ണുകൾ, അതായത് ആത്മീയ ദൃഷ്ടി പ്രകാശിക്കാത്തത് കൊണ്ടാണ്. ജാതികൾക്ക് വെളിപ്പെടാനുള്ള പ്രകാശവും ദൈവജനത്തിൻ്റെ മഹത്വവുമായി ദൈവം സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന രക്ഷയാണ് യേശു ക്രിസ്തു. തിരിച്ചറിയുന്നവർ പ്രാർത്ഥിക്കുക, ദൈവം സഹായിക്കും. യേശു കർത്താവാണ് യഥാർത്ഥ രക്ഷകൻ. അവിടുന്നാണ് യഥാർത്ഥ നായകൻ. വിശ്വസിക്കുവാനും അനുഗമിക്കുവാനും അനുകരിക്കാനും യോഗ്യൻ അവിടുന്ന് മാത്രമാണ്. അവനിൽ മാത്രമേ യഥാർത്ഥ പ്രശംസയുള്ളൂ. അവനിൽ ആശ്രയിക്കുക, അനുഗമിക്കുക. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ.